ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് ആണ് ഗൈസ്. ബീഫ് സ്റ്റൂ. സാധാരണ ബീഫ് സ്റ്റൂകളെല്ലാം വെള്ള കളറിലാണ് ഗൈസ്. ഇത് നമ്മളിത് കളർഫുള്ളാണ് ഗൈസ്. ബ്രൗൺ കളറിലെ ഒരു ബീഫ് സ്റ്റൂ ആണ്. നമുക്ക് വീട്ടിലേക്ക് പോകാം. നമുക്ക് ബീഫ് സ്റ്റൂവിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു ഉരുളക്കിഴങ്ങ് കുരുങ്ങനെ അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ക്യാരറ്റ് ഒന്ന്, 2 സവാള, പിന്നെ കാഷ്യൂ നട്ട്സ്, പിന്നെ ബീഫ്. അപ്പോൾ നമ്മൾ ബീഫ് കുക്കറിലാണ് വേവിക്കുന്നത്. അതിനായിട്ട് ബീഫ് നമുക്ക് കുറച്ചിടാം കുക്കറിലേക്ക്. നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, മുളക്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബീഫ് വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടെ കുറച്ച് ചേർക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. നമുക്കൊരു 6 വിസിലും കൊണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാനായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള പച്ചക്കറികൾ വേവിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് ബാക്കി വന്ന ഇഞ്ചി, വെളുത്തുള്ളി, മുളക് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് സവാള ഇടാം ഇതിലേക്ക്. നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇടാം. നമുക്കിനി വഴറ്റാനുള്ള വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ഇടാം. ക്യാരറ്റ് അതിടാം, ഉരുളക്കിഴങ്ങ് ഇടാം, നമുക്കൊന്ന് ചെറുതായിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2ാം പാൽ ഒഴിക്കാം. ഇതാണ് തേങ്ങയുടെ 2ാം പാൽ. നമുക്കിതിലേക്ക് ഒന്ന് ഒഴിക്കാം. ഈ വഴറ്റിയ ബീഫ് നമുക്ക് വെജിറ്റബിളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇടാം. നമുക്ക് ഇനി ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സ് ഇടാം. ഇനി ഈ കറിയിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഡെക്കറേറ്റിങ്ങിന് വേണ്ടി കുറച്ച് കരിവേപ്പില മുട്ടയൊക്കെ കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അപ്പവും സ്റ്റൂവും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും വീട്ടിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം.